ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC ഐറീന ജൂൺ 3 നാളെ വിഴിഞ്ഞത്ത് തീരം അണയുകയാണ്, ബെർത്തിൽ വരികയാണ്. ഇപ്പോൾ സിംഗപ്പൂർ തുറമുഖത്ത് നിന്ന് തിരിച്ച കപ്പൽ ഓൺ ദ വേ വരുന്ന വഴിയിലാണ്. നാളെ ഏത് സമയത്തും ക്ലിയറൻസ് ടൈമിങ് ടേൺ അറൗണ്ട് ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഐറീന വിഴിഞ്ഞത്തേക്ക് പ്രവേശിച്ചിട്ട് ചരിത്രം കുറിക്കും. സത്യം പറഞ്ഞാൽ ഐറീനയ്ക്ക് ഒരു വലിയ വമ്പൻ സ്വീകരണം ഒരുക്കേണ്ടതാണ്. അതൊരുക്കുമോ ഇല്ലയോ എന്നറിയില്ല. സർക്കാരും അതുപോലെ അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ ചേർന്നിട്ട് സംവിധാനങ്ങൾ. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തെ ഏറ്റവും വലിയ വമ്പൻ കപ്പൽ അതിൻ്റെ ക്യാപ്റ്റൻ ഒരു മലയാളിയാണ്. തൃശ്ശൂർ പുറനാട്ടുകര സ്വദേശി വില്ലി ആന്റണി എന്ന മലയാളിയാണ് MSC ഐറീനയെ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരുന്നത്. അതൊരു അഭിമാന മുഹൂർത്തമാണ്. ഇതൊരു മെസ്സേജാണ്, ഒരു സന്ദേശമാണ്. മലയാളികൾക്ക് കപ്പൽ ഗതാഗത രംഗത്ത്, അത് ചരക്ക് ഗതാഗതമായാലും അല്ലാത്തത് ക്രൂയിസ് ആയാലും, തൊഴിൽ സാധ്യതകൾ ഏതൊക്കെ കിട്ടും അതിൻ്റെ ഒരു മകുടോദാഹരണമാണ് വില്ലി ആന്റണി ക്യാപ്റ്റനായ MSC ഐറീന വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തത്. ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റൻ്റെ ശമ്പളം ഏതാണ്ട് ഒരു 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയാണ് പ്രതിമാസം കപ്പൽ ക്യാപ്റ്റന് കിട്ടുന്നത്. അതിൻ്റെ കപ്പലിൻ്റെ വലിപ്പം, മറ്റു കാര്യങ്ങൾ, പ്രത്യേകതയ്ക്ക് അനുസരിച്ച് 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ശമ്പളം പ്രതിമാസം പറ്റുന്നയാളാണ് ഒരു വലിയ കപ്പലിൻ്റെ ക്യാപ്റ്റൻ വില്ലി ആന്റണിയെ പോലെ. അപ്പോൾ ഇങ്ങനെ ഒരു മലയാളി നയിക്കുന്ന കപ്പൽ 35ഓളം ക്രൂ അംഗങ്ങൾ അതിലുണ്ട്. ക്രൂവിൽ 35ഓളം പേരുണ്ട്. അവർ വിഴിഞ്ഞത്തേക്ക് വരികയാണ്. ഇനി ഐറീനയുടെ വിശേഷങ്ങൾ. ചൈനയിലെ തുറമുഖത്ത് നിർമ്മിച്ച, അതായത് ചൈനയിലെ യാങ്ജിയാങ് സിംഗ്ഫു, ആ ഉച്ചാരണത്തിൽ പിശകുണ്ടെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കണം, ചൈനീസ് ഭാഷയാണ്. യാങ്ജിയാങ് സിംഗ്ഫു തുറമുഖത്ത് നിർമ്മിച്ച അവിടുത്തെ ചൈനീസ് കമ്പനി നിർമ്മിച്ച വമ്പൻ കപ്പലാണ് MSC ഐറീന. അപ്പൊ ഈ ഐറീന ക്ലാസ്സിലെ അൾട്രാ ലാർജ് വെസൽസ് എന്ന ക്ലാസ്സിൽ 6 കപ്പലുകളാണുള്ളത്. ആ ലോകത്ത് 6 കപ്പലുകളാണുള്ളത്. 6 കപ്പലുകളിൽ ആദ്യം നിർമ്മിച്ച കപ്പലാണ് 2023, 1.5 വർഷം മുമ്പ് ഫെബ്രുവരി ആദ്യം നീറ്റിലിറക്കിയിട്ട് മാർച്ച് ആദ്യം ചൈനയിൽ നിന്ന് ആദ്യ സഞ്ചാരം, ചരക്ക് ഗതാഗത സഞ്ചാരം തുടങ്ങിയ ആദ്യത്തെ കപ്പൽ എന്ന പ്രത്യേകതയും MSC ഐറീനയ്ക്കുണ്ട്. ഇനി അതിൻ്റെ മറ്റു വിശേഷങ്ങൾ, ഒരു 4 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുള്ള, അത്രയും ഏകദേശം വലിപ്പമുള്ള ഒരു വമ്പൻ കപ്പൽ എന്ന് ചിന്തിച്ച് നോക്കുക. 4 ഫുട്ബോൾ ഗ്രൗണ്ട്. അതേപോലെ TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ളത് 24,346 വൻ കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലാണ് MSC ഐറീന. നീളം 399.99 മീറ്റർ, 400 മീറ്റർ എന്ന് കൂട്ടിക്കും. വീതി എന്ന് പറഞ്ഞാൽ 61.3 മീറ്റർ വീതി. ഡ്രാഫ്റ്റ്, ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഡ്രാഫ്റ്റ്, അതിൻ്റെ ഈ ആഴത്തിൽ വരുന്നതിൻ്റെ ആണ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ഡ്രാഫ്റ്റ് ഏതാണ്ട് ഒരു 16 മീറ്റർ ഡ്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ 16 മീറ്റർ ഡ്രാഫ്റ്റുള്ള MSC ഐറീനയാണ് വിഴിഞ്ഞത്ത് വരുന്നത്. എന്ന് പറഞ്ഞാൽ 20 മീറ്ററിലധികം 24 മീറ്റർ വരെ ആഴമുള്ള വിഴിഞ്ഞത്ത് 16 മീറ്റർ ആഴമുള്ള MSC ഐറീന വന്നാൽ അതിനർത്ഥം നാളെ നമ്മുടെ ലോകത്ത് ഏതെങ്കിലും ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും ഇതിനേക്കാൾ വലിയൊരു കപ്പല് ഡ്രാഫ്റ്റ് 16 പോയിട്ട് 20 മീറ്റർ ഡ്രാഫ്റ്റുള്ള വലിയ കപ്പൽ വന്നാൽ പോലും, അത്രയും കണ്ടെയ്നറുമായിട്ട് വന്നാൽ പോലും വിഴിഞ്ഞത്ത് സസുഖം അടുക്കും. അപ്പൊ ഈ ക്യാപ്റ്റൻ വില്ലി ആന്റണി പറയുന്ന ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റുകളുണ്ട്. അദ്ദേഹത്തിന്റെ ഇട്ട പോസ്റ്റിൽ അദ്ദേഹം ചില വിശേഷങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റ് പറയുന്നത്, ആ വാക്കുകൾ, ആ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഫേസ്ബുക്ക് പേജില്, ഹോം കമ്മിങ് ബട്ട് ദിസ് ടൈം ഇറ്റ്സ് ഡിഫറെന്റ്. ഞാൻ നാട്ടിലേക്ക് വരുന്നു, ഇത്തവണ വ്യത്യസ്തമാണ് കാര്യം. ദിസ് ടൈം ഇറ്റ് ഈസ് ഡിഫറെന്റ്, സംതിങ് വെരി സ്പെഷ്യൽ, വെയിറ്റ് ആൻഡ് സീ. കാത്തിരുന്ന് കാണുക. വിഴിഞ്ഞത്തേക്ക് വരുന്നു, അല്ലെ ഐറീനയുടെ ക്യാപ്റ്റൻ ആണെന്നൊന്നും അദ്ദേഹം അവകാശപ്പെട്ടിട്ടല്ല. അല്ലാതൊരു വളരെ സസ്പെൻസ് നിറഞ്ഞൊരു FB പോസ്റ്റാണ് വില്ലി ആന്റണി ഇട്ടിരിക്കുന്നത്.
അദ്ദേഹം ഇടയ്ക്ക് നാട്ടിൽ വരാറുണ്ട്, വർഷത്തിൽ ഒരിക്കലൊക്കെ വരാറുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു. പുറനാട്ടുകരയിൽ പാലൂക്കാരൻ വീട്ടിൽ PV ആന്റണി, ലില്ലി ആന്റണിയുടെ പിതാവ്, അമ്മ ലില്ലി ആന്റണി, ഭാര്യ ഹിൽഡ, മക്കളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തൃശ്ശൂരിലെ മറൈനേഴ്സ് ക്ലബിന്റെ പ്രസിഡന്റ് കൂടിയാണ് വില്ലി ആന്റണി. 27 വർഷമായിട്ട് കപ്പൽ ഗതാഗത രംഗത്ത് പ്രവർത്തിക്കുന്ന, ആദ്യമായിട്ടൊരു ഇന്ത്യൻ കമ്പനിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് MSCയിലേക്ക് ജോലി കിട്ടിയിട്ട് ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയിലേക്ക് പോയിട്ട് 27 വർഷത്തെ സർവീസ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയൊരു കപ്പൽ ഓടിച്ചു വരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത്. MSC ആയതിനെ March 9 ചൈനയിലെ തുറമുഖത്തു നിന്ന് സെയിൽ ചെയ്തത്, ആദ്യ യാത്ര ഇവിടുന്ന് ആരംഭിച്ചത്. ഇനി ഇതിൻ്റെ മറ്റ് ചില കാര്യങ്ങൾ, ഇപ്പോൾ വിഴിഞ്ഞത്തും ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ, ഇന്ന് ജൂൺ 2 മെയ് മാസത്തിൽ മൊത്തം വന്നിരിക്കുന്ന കപ്പലുകൾ 48 കപ്പലുകൾ, ഔദ്യോഗികമായിട്ടുള്ള കണക്ക് പ്രകാരം 48 വലുതും ചെറുതുമായ കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നുപോയി മെയ് മാസം. മാർച്ചിൽ 52 കപ്പൽ വന്നിരുന്നു. ചെറിയ 2-3 നമ്പർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ കപ്പാസിറ്റിയുടെ, സ്ഥാപിത ശേഷിയുടെ 95% ഈ മെയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു. 95%. മാർച്ചിലാണെങ്കിൽ അത് 100 കടന്നുപോയി. ആ കപ്പാസിറ്റി ശേഷി അനുസരിച്ചുള്ള കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നത്. ഇറക്കുമതിയും കയറ്റും ഇറക്കും. അപ്പോൾ 95% ആണ് ഇപ്പോഴത്തെ ഈ കപ്പാസിറ്റി ഉപയോഗം എന്ന് പറയുന്നത് വിഴിഞ്ഞത്ത്. അത് സർവകാല റെക്കോർഡാണ്. അപ്പോൾ ഇതുവരെ ഈ നമ്മൾ കമ്മീഷനിങ് കഴിഞ്ഞും അതിന് മുമ്പ് ട്രയൽ റൺ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഇതിനകം 335 കപ്പലുകൾ വിഴിഞ്ഞത്ത് അടുത്തിട്ടുണ്ട്. ഈ മെയ് മാസം 7 ലക്ഷത്തോളം TEU ഇതിനകം കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പറഞ്ഞത് സ്ഥാപിത ശേഷി ആദ്യഘട്ടത്തിൽ, ഇപ്പോൾ ആദ്യഘട്ടമാണല്ലോ പൂർത്തിയായത്. ആദ്യഘട്ടത്തിൽ സ്ഥാപിത ശേഷി 10 ലക്ഷം കണ്ടെയ്നർ എന്നാണ്, TEU എന്നാണ്. അതിപ്പോൾ തന്നെ 7 ലക്ഷത്തോളം ആയിരിക്കുന്നു കണ്ടെയ്നർ കപ്പാസിറ്റി കൈകാര്യം ചെയ്തത്. അത് 10 ലക്ഷം മറികടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ വരും മാസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടത്. ഈ രീതിയിൽ പോയാൽ ആ 10 ലക്ഷവും മറികടക്കാനുള്ള സാധ്യതയാണ് വിഴിഞ്ഞത്തിന്റെ പൊട്ടൻഷ്യൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇതിൻ്റെ ഇടയിൽ മറ്റു ചോദ്യങ്ങൾ വരും. ഇത്രയൊക്കെ നിങ്ങൾ വീമ്പിളക്കുന്നല്ലോ, പറയുന്നല്ലോ, എന്തായി കാർഗോ ഗേറ്റ് വേ, എന്തായി റോഡ് ഗതാഗതം, എന്തായി റെയിൽ? ഞങ്ങൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. റോഡ് ഗതാഗതവും റെയിൽ വരാൻ 2 കൊല്ലത്തിൽ കൂടുതൽ എടുക്കും. റെയിൽവേ ആണല്ലോ അത് പണിയുന്നത്, കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണല്ലോ പണിയുന്നത്. അതിന്റെ ആ ടണൽ റെയിൽ ലൈൻ ഉണ്ടാക്കാൻ 2 കൊല്ലത്തിലധികം വേണ്ടി വരും. അങ്ങനെ അത് തീർക്കാൻ പറ്റുള്ളൂ. തുരങ്കം അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് ചെയ്യണം. റോഡ്, താൽക്കാലിക റോഡ് തന്നെ ഈ ഒരു ഏതാനും മാസങ്ങൾക്കുള്ളിൽ റെഡിയാകുമെന്നാണ് മന്ത്രി VN വാസവൻ, തുറമുഖ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നത്. അതിന്റെ പണികൾ നടക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാർഗോയും വൈകാതെ 2 മാസത്തിനുള്ളിൽ എങ്കിലും കാർഗോ കൊണ്ടുപോകാൻ ഗേറ്റ് വേ തുറക്കും. റോഡ് മാർഗവും കണ്ടെയ്നർ ലോറികളിൽ, ട്രെയിലറുകളിൽ TEU കണ്ടെയ്നറുകൾ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകർ ആലോചിക്കണം. ഇപ്പൊ പലരും പറയുന്നു, നിങ്ങൾ എത്ര നാളായി വിഴിഞ്ഞത്തിന് പണി തുടങ്ങി, ഈ റോഡ് നേരത്തെ ഉണ്ടാക്കിക്കൂടായിരുന്നോ? നമ്മൾ ആ പ്രോജക്റ്റ് ആദ്യം നോക്കണം. ആ പ്രോജക്റ്റ് പറയുന്നത് ആദ്യഘട്ടം, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാണ്, ഗേറ്റ് വേ കാർഗോ ഇല്ല. നമ്മൾ പ്രോജക്റ്റ് പരിശോധിക്കണം. ഈ പ്രോജക്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ, പഠിക്കാതെ ഓരോരുത്തർക്കും ഓരോന്ന് വിളിച്ചു പറയാൻ എളുപ്പമാണ്. യൂട്യൂബിൽ വന്നിരുന്നോ അല്ലാതെയോ പത്രങ്ങളിലോ ചാനലുകളിലൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇതിന് ആദ്യ 5 ഘട്ടം, പിന്നെ അത് 4 ഘട്ടമാക്കി ചുരുക്കി അഡ്വാൻസ് ചെയ്ത് 45 പൂർത്തിയാവേണ്ടത് 2028 പൂർത്തിയാവുന്നു. പിണറായി സർക്കാർ കരാർ പുതുക്കിയത് കാരണം അദാനി അതിന് സമ്മതിച്ചു, കേസും വഴക്കുമില്ലാതെ. അങ്ങനെ പൂർണ്ണ തോതിൽ 4 ഘട്ടങ്ങളും 2028 തീർക്കുന്ന രൂപത്തിലേക്ക് ഈ കരാർ അഡ്വാൻസ് ചെയ്തു. അത് കേരള സർക്കാർ ഉണ്ടാക്കിയൊരു നേട്ടമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന നിബന്ധനകൾ അവിടെ കിടക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ എങ്ങനെ അതിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ പരിഹരിക്കുക, ആർബിട്രേഷന് പോവാതെ, അദാനി കേസുമായിട്ട് കോടതി പോവാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളതിന്റെ ഉദാഹരണമായിരുന്നു കരാർ ഇങ്ങനെ അതിന്റെ ടൈമിങ് ഇങ്ങനെ അഡ്വാൻസ് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ഓൺലി ഫോർ ട്രാൻസ്ഷിപ്മെന്റ്, അതെവിടെ? കടൽ മാർഗം. 2ാം ഘട്ടം മുതലാണ് കരമാർഗമുള്ള ഗേറ്റ് വേ കാർഗോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ നമ്മൾ വന്നിരുന്ന് വിമർശിച്ചിട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ അവിടെയും നമ്മൾ 1ാം ഘട്ടത്തിൽ തന്നെ ഇൻ അഡ്വാൻസ് റോഡ് ഗതാഗതം താൽക്കാലികമായെങ്കിലും റോഡ് ദേശീയപാതയുമായിട്ട് ബന്ധപ്പെടുത്തി നിർമ്മിക്കുന്ന പണികളാണ് ഇപ്പോൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
വരട്ടെ, എല്ലാം കൂടെ ഒറ്റയടിക്ക് ഒരു ദിവസം വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്റ്റ് അനുസരിച്ചിട്ടാണ് ഒരു പ്രോജക്റ്റിന്റെ കംപ്ലീഷൻ. ആ പ്രോജക്റ്റിൽ പറയുന്ന വ്യവസ്ഥകൾ എന്തൊക്കെയാണോ അത് പ്രകാരം പാലിച്ചു പോയാൽ മതി. വിഴിഞ്ഞത്തിന്റെ പുരോഗതി നമ്മളെ വിസ്മയിപ്പിക്കുന്ന പുരോഗതിയാണ് വിഴിഞ്ഞം ഇതിനകം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മുന്നോട്ട് പോകും, ഒരു സംശയവും വേണ്ട. അതിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ MSc ഐറിന വരുന്നതോടുകൂടി നമുക്കതൊരു അടുത്തൊരു ജമ്പ്, ഒരു ചാട്ടം, വിഴിഞ്ഞത്തിന് ഒരു കുതിച്ചുചാട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത്. MSc ഐറിനയെ, ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലിനെ വിഴിഞ്ഞത്തേക്ക് സ്വീകരിക്കുക. വിഴിഞ്ഞത്ത് വരുന്ന ഐറിനയ്ക്ക് അതിന്റെ ക്യാപ്റ്റനും നമ്മൾ ആശംസകൾ അർപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അതിന്റെ ക്യാപ്റ്റന്റെ കുടുംബവും ചൈനയിലെ തുറമുഖത്തു നിന്ന് ഈ കപ്പലിൽ വരുന്നുണ്ടായിരുന്നു. അവര് സിംഗപ്പൂർ വരെ ഈ ഒരേ കപ്പലിലാണ് വില്ലി ആന്റണിയും കുടുംബവും ഭാര്യയും കുട്ടിയും സഞ്ചരിച്ചു വന്നത്. സിംഗപ്പൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് വിമാനമാർഗം അവർ തൃശ്ശൂർ പുറനാട്ടുകരയിലുള്ള അവരുടെ തറവാട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ വില്ലി ആന്റണിയുടെ ജീവിതത്തിലെ തൻ്റെ കപ്പൽ ഗതാഗത ജോലിയിലെ ക്യാപ്റ്റൻ ജോലിയിലെ ഏറ്റവും അവിസ്മരണീയമായ മുഹൂർത്തം കൂടിയാണ് കുടുംബത്തോടൊപ്പം നാട്ടിൽ വന്നിട്ട് ഈ കപ്പൽ ഇവിടെ എത്തിക്കുക എന്ന് പറയുന്നത്. അതുകൂടി പറയാതെ ഈ വീഡിയോ നമുക്ക് പൂർണ്ണമാക്കാൻ പറ്റില്ല. അപ്പോൾ വില്ലി ആന്റണിക്കും കുടുംബത്തിനും MSc ഐറിനയ്ക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു, അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു.